വി എസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല. അത്രയേറെ നമ്മൾ അറിഞ്ഞതും കേട്ടതും കണ്ടറിഞ്ഞതും ഒന്നും അല്ലായിരുന്നു വി എസ് എന്നൊക്കെ തെളിയിക്കുന്ന തരത്തിലുള്ള മനുഷ്യന്മാർ. ഓരോ കുഞ്ഞു കുട്ടിയെ കൊണ്ടുപോലും വി എസ് ആരായിരുന്നു എന്ന് പറയിപ്പിച്ചാണ് വി എസ് കടന്നുപോയത്. ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് വി എസിനെ വായിച്ചെടുത്തത്. ചിലർ ഏറ്റവും മികച്ച ഭരണാധികാരിയായി വായിച്ചെടുക്കുന്നു, ചിലർ ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളായി വായിച്ചെടുക്കുന്നു, അച്ചാച്ചനായി വായിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയായി, പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായി, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ അവസരമൊരുക്കി തന്ന, അതിനുവേണ്ടി വെയിൽ കൊണ്ട മഴ കൊണ്ട മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ മഹാസഖാവായി ആ മനുഷ്യന്റെ ഓർമ്മകൾ ഇപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ടോ മനു, ചോര നനഞ്ഞ മനുഷ്യന്, നമുക്കായി ചോര നനഞ്ഞ മനുഷ്യന്. അതുകൊണ്ടാണ് വിനിഷ ഇന്നലെ ഈ കനത്തു പെയ്യുന്ന മഴയത്തും നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ മഴയോ പെയ്തുകൊള്ളട്ടെ, നമുക്ക് വേണ്ടി എത്രയോ മഴ നനഞ്ഞ മനുഷ്യനാണ്, ആ മനുഷ്യനെ കാണാൻ വേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗവും സഹിക്കുമെന്ന് പറയുന്ന ആളുകളെ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് അച്ഛന്റെ പ്രതികരണം എടുത്തപ്പോൾ കുഞ്ഞു മഴ നനയുകയല്ലേ എന്ന് ചോദിച്ചിരുന്നു. കൊല്ലം കടന്നു പോകുന്ന സമയത്താണ്, ഇന്നലെ പുലർച്ചെ ഏകദേശം ഈ സമയത്ത്. അപ്പോൾ അച്ഛൻ നടത്തിയ പ്രതികരണം, വി എസ് ഇതിലേറെ മഴ കൊണ്ടിട്ടുണ്ട്, അപ്പോൾ അവന് കുറച്ച് മഴ നനഞ്ഞാലും കുഴപ്പമില്ല എന്നാണ്. അത്തരത്തിൽ തലമുറകളിലേക്ക് കൈത്തിരിനാളം കൊളുത്തിക്കൊണ്ടാണ്, ആ കൈത്തിരിനാളം കെടാതെ സൂക്ഷിക്കണമെന്ന കുഞ്ഞു തലമുറയോട് പോലും പറഞ്ഞുകൊണ്ടാണ് വി എസ് കടന്നുപോയത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റുള്ളൂ. അതെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം കിട്ടുന്ന ഏറ്റവും വലിയ ആദരവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വലിയ ചുടുകാട്ടിലേക്ക്, വി എസ് അന്ത്യനിദ്ര കൊള്ളുന്ന, അനശ്വരതയിലേക്ക് കയറുന്ന ആ മഹാഭൂമിയിലേക്ക് നമുക്ക് പോകാം. അവിടെ നിന്ന് ഒട്ടേറെ മഹാരഥന്മാർ ഉറങ്ങുന്ന മണ്ണ്, ഒട്ടേറെ സമര നായകന്മാർ ഉറങ്ങുന്ന മണ്ണ്, കൃഷ്ണപിള്ളയടക്കം സമരനായകരുടെ ഓർമ്മകൾ ജ്വലിക്കുന്ന മണ്ണിൽ വി എസിനും അന്ത്യവിശ്രമം. വലിയ ചുടുകാട്ടിൽ നിന്ന് അമൽനാഥ് പാടിശാലുണ്ട്, എച്ച് ഷാജഹാനുണ്ട്. നമുക്ക് അവർ രണ്ടുപേരിലേക്കും പോകാം. ആദ്യം ഇതാ ഷാജിയും അമലും നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, അമൽ, ഗുഡ് മോർണിംഗ്. മഴ പെയ്ത് തോർന്നു കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ വി എസിന്റെ ഓർമ്മകൾ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ. നമ്മൾ ആ ഓർമ്മകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഷാജി. മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. നമുക്കറിയാം പുന്നപ്പറയുടെ ധീര സഖാക്കൾ വെടിയേറ്റു വീണ മണ്ണ്. ആ സഖാക്കളുടെ ഇടയിലേക്ക് ഓർമ്മയായി ഇതാ വി എസും മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആ മണ്ണിൽ നിന്ന് ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഷാജി, എനിക്കറിയില്ല നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന വിചാരങ്ങൾ എങ്ങനെയാണെന്ന്, കാരണം അത്രയധികം ആ മണ്ണും ആ മനുഷ്യനും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മനു, നമ്മളിപ്പോൾ എല്ലാ വർഷവും ഓരോ വർഷവും നമ്മൾ പുന്നപ്രവയലാർ വാർഷിക വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എത്തിച്ചേരാറുണ്ട്. രാവിലെ ഏതാണ്ട് ഈ സമയത്ത് തന്നെയായിരിക്കും ഇവിടെ വരിക. 7:15 എന്ന് പറയുന്നൊരു സമയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു വണ്ടി വന്ന് നിൽക്കും. അത് വി എസ് അച്യുതാനന്ദൻ്റെ വാഹനമായിരിക്കും. അദ്ദേഹം നേരെ ഈ സ്റ്റേജിലേക്ക് കയറും. അതിനുശേഷം അദ്ദേഹം ആ ദീപശിഖയ്ക്ക് ദീപം പകർന്നു നൽകും. അതോടുകൂടി വയലാറിലേക്കുള്ള ദീപശിഖ പ്രയാണം ആരംഭിക്കും. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ അതിൻ്റെ സമാപന ചടങ്ങുകൾ നടക്കും. എല്ലാ തുലാമ്പത്തിനും നമ്മളിത് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് വി എസ് ഇവിടെ വരുന്നില്ല. ആ വേദന ഇപ്പോൾ തന്നെ ജനങ്ങളുടെ ഉള്ളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് പുന്നപ്ര സമര സേനാനികളുടെ പിന്മുറക്കാരുടെയൊക്കെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ആ ഒരു വികാരമാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമുക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചത്. ഒപ്പം അമലുണ്ട്. അമൽ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. അമലാണ് കഴിഞ്ഞ ദിവസം ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വി എസിൻ്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് ആ വീട്ടിൽ രാത്രി ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ കരുതിയത്, അല്ലേ? അവിടെ വിമലായിരുന്നു ഉണ്ടായിരുന്നത്. വിമൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കും. അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ള കാര്യം വിമൽ പങ്കുവയ്ക്കും. ഇപ്പോൾ ഷാജി സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് കഴിഞ്ഞ ആ ഒരു 3 ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത 3 ദിവസങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ചരിത്രമായിരുന്നു. വി എസിൻ്റെ വിയോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ആ വിലാപയാത്രയുടെ ഭാഗമായി ഓരോ നിമിഷങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ ഒരു ജനത്തിരക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒഴുകിയെത്തുന്ന, ഒരു ജനസാഗരം തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വി എസിനെ കാത്ത് ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു നിമിഷത്തിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും തീരുമാനിച്ച ആ ഒരു സമയത്ത് കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെയോടുകൂടി, അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി അവിടെ എത്തും എന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ പുലർച്ചയോടുകൂടി വി എസിൻ്റെ മൃതദേഹം അവിടേക്ക് എത്തിയില്ല. എങ്കിലും മണിക്കൂറുകൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന ആ ഒരു കാര്യം അറിഞ്ഞെങ്കിൽ പോലും അതായത് അവിടെ എത്തിയ ഓരോ ജനങ്ങളും വി എസിനെ ഏറ്റവും അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെ എത്തിയ സഖാക്കൾ ഒക്കെ തന്നെ ഇനിയും എത്ര സമയം വേണമെങ്കിലും താൻ കാത്തിരിക്കാം, ഒരു മുഷിപ്പുമില്ലാതെ അത്തരത്തിൽ അവിടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ്
കണ്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഒരുപക്ഷെ പുറം ലോകം അറിയാത്ത ഒരുപാട് കഥകളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. VS പല വിധത്തിൽ അവരെ സഹായിച്ച കഥകൾ, അവരുടെ മക്കളെ സഹായിച്ച കഥകൾ, അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. ഒപ്പം തന്നെ ചെറിയ കുട്ടികളെയും തോളിലേറ്റി രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെ ചെറിയ കുട്ടികളെയും തോളിലേറ്റി അവിടെ നിൽക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല മഴ, അതായത് അന്തരീക്ഷം പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു, അത് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം. നമുക്കൊക്കെ വർക്ക് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ക്യാമറ നമ്മൾ എല്ലാ കേന്ദ്രങ്ങളിലും DC-യിലാണെങ്കിലും നമ്മൾ അതോടൊപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ക്യാമറകളൊക്കെ സജ്ജീകരിച്ച് വെക്കുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റും മഴയും വരുന്നു. പക്ഷേ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. കാര്യം നമുക്ക് പിൻവലിഞ്ഞ് ക്യാമറയൊക്കെ ഉള്ളിലേക്ക് വലിയേണ്ടി വന്നു. പക്ഷേ നീണ്ട നിര കുടകൾ പിടിച്ചുകൊണ്ട് നമുക്കറിയാം മഴ വരുമ്പോൾ കുറേ അധികം ആളുകളുടെ കയ്യിൽ കുടയുണ്ട്. പക്ഷേ ഞാൻ കണ്ടത് കുറച്ചധികം പേര് ചേർന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പടുത വാങ്ങിച്ചിട്ട് അതിനുള്ളിൽ നിന്നിട്ട് ആ പടുത മൂവ് ചെയ്ത് വരുന്നു. അപ്പം അവർ എത്രത്തോളം സഹിച്ചുകൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതാണ്, പ്രതിജ്ഞയാണ്. ഞങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഞങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി കണ്ടു മാത്രമേ അവിടുന്ന് മടങ്ങൂ എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം അത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഇത്തരത്തിൽ VS-നെ ആ വീട്ടിലേക്ക് എത്തിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. അതായത് DC ഓഫീസിലാണെങ്കിലും ഒപ്പം തന്നെ പൊതുദർശനം നടത്തിയ മൈതാനത്താണെങ്കിലും അത്തരത്തിലുള്ള വലിയ ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളിപ്പോൾ ആലപ്പുഴ വരെ വന്നപ്പോഴത്തേക്ക് ഈ തെക്കൻ കേരളത്തിലെ ജനങ്ങളാണ്, കിഴക്കൻ മേഖലയും തെക്കൻ കേരളത്തിലെ ജനങ്ങളാണ്. അദ്ദേഹം കുട്ടനാടുമായിട്ട് നല്ല ബന്ധമുണ്ട്, മത്സ്യത്തൊഴിലാളി മേഖലയായിട്ട് ബന്ധമുണ്ട്, കയർ തൊഴിലാളി മേഖലയായിട്ട് ബന്ധമുണ്ട്, കശുവണ്ടി തൊഴിലാളി, അങ്ങനെ എല്ലാ തൊഴിലാളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഈ തെക്കൻ മേഖലയിലെ പൂർണ്ണമായിട്ടും ജനങ്ങൾ, അതാണ് നമ്മൾ അത്രയും വൈകിയത്, ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും പുലരും വരെ നിന്ന ആൾക്കാർ കാണുക എന്ന് പറയുമ്പോൾ നമുക്കതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറും. പക്ഷേ ആലപ്പുഴയിൽ വന്നതിന് ശേഷം ഈ വടക്കൻ ജില്ലകളിൽ നിന്നും കാസർഗോഡ്, വയനാട്, പാലക്കാട് നമ്മളൊരിക്കലും ഇത്രയധികം ജനങ്ങൾ ഇവിടെ, അത് വേറൊരു സത്യം എൻ്റെ അകത്തുള്ളത് മനു, നമ്മൾ ആലപ്പുഴയാണ്, ടൂറിസം കേന്ദ്രമാണ്, ഒരുപാട് താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്ര പൈസ കൊടുത്താലും താമസിക്കാനൊരു സ്ഥലം കിട്ടാത്ത തരത്തിലുള്ള അത്രയും തിരക്കാണ് നമുക്ക്. പലരും കടത്തിണ്ണ കിടക്കുന്നത്. രാവിലെ ഞങ്ങൾ പുലർച്ചെ വരുമ്പോൾ പലരും കടത്തിണ്ണ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് അവരുടെ ഇവരെ VS-നെ കാണാൻ എത്തിയതാണെന്ന് മനസ്സിലാക്കുന്ന തൊട്ട് സമീപത്ത് അവർ വന്ന വണ്ടി ഉണ്ടാവും, അതിൻ്റെ അകത്ത് VS-ൻ്റെ പടം ഉണ്ടാവും. അവർ റോഡിൽ കിടന്നുറങ്ങുന്നു, റോഡിൻ്റെ സൈഡിൽ കിടന്നുറങ്ങുന്നു, DC ഓഫീസിൻ്റെ പടിയിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ VS എന്ന് പറഞ്ഞ ഒരു വികാരം അതെന്താണെന്ന് ശരിക്കും കേരളം മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലാണ് മനു. അതിനുശേഷം ഇപ്പോൾ അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഈ DC-യിൽ നിന്നും പിന്നീട് ആ ഒരു മൈതാനത്തേക്ക് പൊതുദർശനം എത്തുന്നു. പിന്നീട് ഇവിടെ ഈ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അവിടെ എല്ലാ നേതാക്കളും ഒപ്പം തന്നെ നിരവധി സഖാക്കൾ, എടുത്തു പറയേണ്ടത് ഈ വലിയ ചുടുകാടിൻ്റെ പുറത്ത് ശക്തമായ മഴയിലാണെങ്കിലും പരസ്പരം മനുഷ്യർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിനകത്തേക്ക് ഭൂമിയിലാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കാണുന്ന ഭൂമിയിലാണ് 102 വയസ്സ് നീണ്ട ആ മഹാജീവിതം എരിഞ്ഞടങ്ങിയത്. പക്ഷേ അറബിക്കടലിനെ സാക്ഷിയാക്കി ആ മഹാജീവിതം അങ്ങനെ അവിടെ എരിഞ്ഞടങ്ങുമ്പോൾ ഉദിച്ചുയരുകയായിരുന്നു നമ്മുടെ മനസ്സുകളിലേക്ക്. അതൊരു രക്തനക്ഷത്രമായി, അമരസ്മരണയായി ഇവിടെയാണ് ആ ജീവിതത്തിന് അന്ത്യം കുറിച്ചത്. ഒന്ന് ഓർത്ത് നോക്കൂ, ആ ജീവിതത്തെക്കുറിച്ച് എന്തൊരു കാഴ്ചയായിരുന്നു. 100 വയസ്സ് തികയുന്ന നമ്മുടെ പാർട്ടിക്ക് 102 വയസ്സ് തികയുന്ന ഒരു നേതാവുണ്ട് എന്ന് ലോകത്ത് മറ്റെവിടെ ഒരു ജനസമൂഹത്തിന് പറയാൻ കഴിയും? അത് കേരളത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി സഖാവ് VS മാറിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോഴേ അത്ഭുതമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നാളെ മുതൽ ഒരു പുണ്യസ്ഥലമോ അതല്ലെങ്കിൽ ഒരു അത്ഭുത കേന്ദ്രമോ ആയി മാറുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. അതൊരു പച്ചയായ മനുഷ്യന്റെ, ഒരു മഹാവിപ്ലവകാരിയുടെ ബലികുടീരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിനീഷ് പറഞ്ഞതുപോലെ അവിടെ ആയിരക്കണക്കിന് മനുഷ്യരെത്തി ഇൻഖുലാബ് മുഴക്കും. അത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾക്ക് നന്ദി എന്നോണം. അതാണ് നമുക്കിനി കാണാൻ കഴിയുന്നത്. ഈ ഭൂമിയിലാണ് സഖാവ് VS അവസാനമായി എത്തിയതും അവസാനമായി എരിഞ്ഞടങ്ങി നമ്മുടെ ഓർമ്മകളിലേക്ക് മടങ്ങിയതും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമലെ തുടരാം.
മനു പറഞ്ഞ് നിർത്തിയിടത്തും തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഈ ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 22 സെൻറ്റ് സ്ഥലമാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയി VS ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ VSൻ്റെ സ്വന്തം പേരിൽ ആധാരമുള്ള ഒരു ഭൂമി കൂടിയാണിത്. ഇവിടെയാണ് VS ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതോടൊപ്പം തന്നെ ഇവിടെ P. കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കളെല്ലാവരും തന്നെ അതുപോലെ പുന്നപ്ര വയലാർ സമരസേനാനികളൊക്കെ തന്നെ അടക്കിയിരിക്കുന്നതും അന്ത്യവിശ്രമം കൊള്ളുന്നതുമൊക്കെ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് പലയിടത്തുമായിരുന്നെങ്കിൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാകുകയോ അല്ലെങ്കിൽ മറ്റ് പല രൂപത്തിലേക്ക് അത് മാറുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ വാതിക്കെ കൂടി ഇതിന് മുന്നിലൂടെ പോകുന്ന ഇനിയിപ്പോൾ VSനെ സ്നേഹിക്കുന്നവർ ഇവിടെ ഒരു നിമിഷം നിന്ന് ഇൻകിലാബ് വിളിക്കാതെ ഇവിടെ നിന്നും അവർക്കൊരിക്കലും പോകാൻ കഴിയില്ല. കാര്യം അത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണിത്. അത്ര നിരവധി ആളുകൾ KR ഗൗരിയമ്മ അടക്കം ഒട്ടനവധി ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ പുന്നപ്ര സമരഭൂമി അല്ലെങ്കിൽ പുന്നപ്ര വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപം. ഈ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ വീണ്ടും ഇപ്പോൾ തൻ്റെ പേരിലുള്ള സ്ഥലത്ത് വീണ്ടും VS കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഒടുവിലായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്. മനു. ശരി, ഷാജഹാനും അമലുമാണ് ആ ചരിത്രഭൂമിയിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്. വിനിഷ, ആ ഭൂമി കാണുന്നില്ലേ? രക്തസാക്ഷികളുടെ ധീര കുടീരങ്ങൾ കാണുന്നില്ലേ? അവിടെ നമുക്ക് ഓർക്കാം, ഒന്ന് കാതോർത്ത കേൾക്കാം. നമുക്ക് അവിടെ ഒരു കടലിരുമ്പം എന്തിനാണെന്നറിയാമോ? 1940-കളിൽ അവിടെ സർ CPയുടെ ചോറ്റുപട്ടാളത്തിനെതിരെ പോരാടി വീണ മനുഷ്യരുടെ മണ്ണാണത്. VSന്റെ സഖാക്കളുടെ മണ്ണ്. ആ സഖാക്കളുടെ ഓർമ്മകളുടെ അടുത്തേക്കാണ് VS തിരികെ എത്തിയത്. ഒരുപക്ഷെ നമ്മൾ പറയാറില്ലേ, കല്ലറകൾ പോലും ഭേദിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങാറുണ്ട് എന്ന്. അവർ ഉറക്കെ വിളിക്കുന്നുണ്ടാകാം, കണ്ണേ കരളേ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങേക്ക് ആയിരം അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നുണ്ടാകാം ആ മനുഷ്യരുടെ ധീരസ്മരണകൾ. അങ്ങനെയുള്ളൊരു ഭൂമിയാണെന്നേ അത്. ആ ഭൂമിയിലാണ് സഖാവ് VS അന്ത്യവിശ്രമം. ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സ്മരണാഞ്ജലി നമ്മൾ നൽകുന്നത് ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കി എന്നയിടത്താണ്, അവിടെ ചിതയൊരുക്കി എന്നയിടത്താണ്. മനസ്സിൽ നിന്ന് മായുന്നതേയില്ല VSന്റെ ഓർമ്മകളും. അതിങ്ങനെ മഴ പോലെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ആ മനുഷ്യൻ കേരള സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഓർമ്മകൾ എന്ന് പറയുന്നത്. ഓർമ്മകളിൽ ജീവിക്കാൻ കഴിയുന്ന അത്രത്തോളം പുണ്യം മറ്റൊന്നുണ്ടോ എന്ന് നമ്മൾ എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട്. VSന്റെ കാര്യത്തിൽ അത് ഒരിക്കൽ കൂടി അന്വർത്ഥമാകുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.